ഉണക്കിക്കെ, വെറുതെ ഉണക്കിക്കെ, വെറുതെ ഉണക്കിയാ ഇങ്ങോട്ട് കാണിച്ചേ. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരം അറിയോ ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സ്പൈഡർമാൻ മൂവി കാണാൻ പോവാണ്. എന്തെങ്കിലും പറയുമ്പോ നമുക്ക് പറ്റൂല, അതിന്റെ ഇടയ്ക്ക് കയറി പറയും കണ്ടാ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സ്പൈഡർമാൻ മൂവി കാണാൻ പോവാണ്. ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. ഗൈസ്, ഞാൻ ഇറങ്ങുമ്പോ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ രാവിലത്തെ എന്റെ ഫുഡാണ് ഡോണറ്റ്. കുഴപ്പമില്ല, നമ്മള് സാധാരണ ഈ ലുലുന്നൊക്കെ മേടിക്കുന്ന കൂട്ട് അങ്ങനത്തെ ഒരു ഡോണറ്റ് ഒന്നുമല്ല, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ചേട്ടന്റെ ഫിയാൻസി ആണ്. ജങ്ക് ഫുഡാണ് ഫുള്ള് കഴിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം 2 സമൂസ കൂടെ മേടിച്ചിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് കടയിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മാറമ്പള്ളിൽ നല്ല കടകളുണ്ട്. ഒരു ഹോട്ടലുണ്ടല്ലോ നല്ലത്. അതെന്താന്ന് വെച്ചാല് ഞാൻ വന്ന് നിന്നപ്പോ ഇടയ്ക്ക് വെച്ച് ഞാനൊരു ആക്സിഡന്റ് കണ്ടു. ഇടയ്ക്ക് വെച്ചല്ല, ഞാനവിടെ നിൽക്കുകയായിരുന്നു. നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് 2 വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ച് അത്യാവശ്യം വലിയൊരു ആക്സിഡന്റ് കണ്ടു. അപ്പൊ അതിന്റെ ഷോക്കിലൊക്കെ ആയിപ്പോയി. ആ ഷോക്കിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും തിരുവൈരാണിക്കുളം അമ്പലവും ആ പാലവും ഒക്കെ കഴിഞ്ഞു പോയി. അവിടെ ആ പാലത്തിന്ന് അത്യാവശ്യം നല്ല രീതിയില് വെള്ളമുണ്ട് ഇവിടെ. പ്രളയത്തിന്റെ വെള്ളം. അങ്ങനെയൊക്കെയാണ്. നമ്മള് ആലുവയില് നല്ലൊരു ഒറ്റ തിയേറ്റർ ഇല്ല, ആകപ്പാടുള്ളത് മാധുര്യ തിയേറ്ററാണ്. അതും 2K ഡോൾബി അറ്റ്മോസ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 4 സ്റ്റാർസിലേക്ക് പോകുന്നത്. അതും നമ്മുടെ കണ്ടാ 10, 9, 11 ഇപ്പൊ നമ്മൾ എയർപോർട്ടിലോടൊക്കെ പോയിരുന്നെങ്കിലും പോയിപ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും. നമ്മൾ വിചാരിക്കണമെന്നില്ല. നമ്മുടെ ഷോ 10 മണിക്കാണ്. ഇപ്പൊ ടൈം 9:10 ആയിട്ടുള്ളൂ. ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അവിടെ പോയിട്ട് ഞാനാണ് ആദ്യമായിട്ടാണ് 4 സ്റ്റാർസിൽ പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ആലുവയില് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് 3D സിനിമകളൊക്കെ കാണാൻ പറ്റിയുള്ള തിയേറ്റേഴ്സ് ഒന്നും ഇല്ല. 3D മാത്രമല്ല, നല്ല തിയേറ്റേഴ്സ് ഇല്ല. ആകെപ്പാടെയുള്ള ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് മാധുര്യയുടെ 2K ഡോൾബി അറ്റ്മോസ് ആണ്. പക്ഷെ അവിടെ ഇപ്പൊ ഈ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ടെങ്കിൽ 3D ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് കുറവായിരിക്കും തോന്നുന്നതുകൊണ്ടാണ് ഇപ്പൊ 4 സ്റ്റാർസിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ അത്യാവശ്യം ഈ തിയേറ്റേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ ദൂരെ കാര്യങ്ങൾ അവിടെ എവിടെയൊക്കെ പോയിട്ട് കാണാറൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, അതായത് നമ്മള് സ്ക്രീനിന്റെ കുറച്ച് സ്പെക് ഒക്കെ നോക്കിയിട്ട് വേറെ പല സ്ഥലങ്ങൾ, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയ സ്ഥലത്ത് പോയി വരാനായിട്ട് ഓക്കെ ആയ സ്ഥലം മാത്രമല്ല ഞങ്ങൾ നോക്കാറുള്ളത്. സ്ക്രീനിന്റെ സ്പെക്ക് നോക്കിയിട്ടാണ് മെയിൻ ആയിട്ട് തിയേറ്റേഴ്സ് സെലക്ട് ചെയ്യാറുള്ളത്. അങ്ങനെ പോയിട്ടുള്ളതാണ് നമ്മുടെ പെരിങ്ങോട്ടുകര ദേവാ സിനിമാസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അവിടെ എത്തിപ്പെടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൈ ബസ്, ബൈ ട്രെയിൻ ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അവിടെ ഞങ്ങൾ മൂവി കണ്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ദൃശ്യം അവിടെ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആലുവത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു തിയേറ്ററാണ് ബെറ്റർ ആയിട്ടുള്ളത്, മാധുര്യ. പിന്നെ പോവാറുള്ളത് മൂവാറ്റുപുഴ ഐസക് മരിയ. അത് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ ആണ്. നമ്മൾ എന്താ സ്പൈഡർമാൻ അവിടെ നോക്കാൻ? സ്പൈഡർമാൻ ഐസക് മരിയയില് അതായത് എനിക്കിപ്പോന്ന് പറയുമ്പം എനിക്ക് മൂവാറ്റുപുഴയിന്ന് ഇവിടം വരെ വരാനായിട്ട് എനിക്ക് പ്രിയദർശിനി ഉള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് വരാൻ ഫ്രീ ആണ്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരികയല്ലേ നല്ലത്, എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട് വരുന്നേക്കാളും. അപ്പൊ അതാണ് നമ്മള് ഐസക് മരിയ നോക്കാതിരുന്നത്. നമ്മള് മഞ്ഞപ്പുറ 4 സ്റ്റാർസിലേക്ക് പോണ വഴി എത്തിട്ടോ. ഇപ്പൊ നമ്മളിത് തിയേറ്ററിന്റെ വഴിക്ക് എത്തി. ഏകദേശം 9:14 ആയിട്ടുള്ളൂ. ഇഷ്ടം പോലെ സമയം കിട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വരാം. ഇവിടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ട്. എനിക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടോ? രോഗങ്ങൾ എന്തെങ്കിലും? ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ, അപ്പൊ എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഇതാണ് നമ്മുടെ 4 സ്റ്റാർസ് മൂവിന്റെ പാർക്കിംഗ് ആണ് ഈ കാരണം കേട്ടോ. വിശാലം. ഇവരിപ്പോ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളി പാർക്കിംഗ്. ഇത് കാണിച്ചപ്പുറത്താണ്. ഇതാണ് നമ്മുടെ തിയേറ്റർ 4 സ്റ്റാർസ്. സോ ഇവിടെ വന്നിട്ടുള്ളവര് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ്സ് ആയിട്ട് പറയാ. തുറന്നിട്ടുണ്ട്, അപ്പുറത്ത് തുറന്നിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം വേണ്ടിട്ട്. സ്പൈഡർമാന്റെ പോസ്റ്റർ കണ്ടു. അവിടെയാണ് ആദ്യം ഞങ്ങള് വണ്ടിയൊക്കെ വരുമ്പോ ഇട്ടിരുന്ന കേട്ടോ പാർക്കിംഗ് ഒക്കെ. ഇവിടെ ഇപ്പൊ അവർ ഇവിടെ പാർക്കിങ്ങിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ്. ഇവിടെ ഇപ്പൊ നിലവിൽ ബസ്സും ജീപ്പൊക്കെ ലോറിയൊക്കെ കിടക്കുന്നത്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു തണല് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ഭയങ്കര മഴയോന്ന് വിചാരിച്ചു, പക്ഷെ ഒടുക്കത്തെ വെയില. വെള്ളമൊക്കെ വാങ്ങിയും ചെയ്യും. രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് എന്തൊക്കെ ഇപ്പൊ കഴിച്ചത്? ഡോനറ്റ്, ഇനി സമൂസ ഉണ്ട്,
സമൂസ കഴിക്കാൻ പോവാണ്. ജങ്ക് ഫുഡേ കഴിക്കുള്ളൂ അല്ലേ? കണ്ടാ, നമുക്കൊന്നും രാവിലെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ജങ്ക് ഫുഡേ കഴിക്കും. അതുകൊണ്ട് കിട്ടിയത് വാങ്ങിയിട്ട് ഞാൻ വന്നതാണ്. എനിക്ക് ശരിക്കും ഈ സമൂസ ഇഷ്ടമില്ല. ഓ, അതവിടെ ആദ്യം നമ്മളെ എത്തിയേക്കണം കേട്ടോ. ഇപ്പൊ ഏകദേശം സമയം 9:19 ആയിട്ടുള്ളൂ. ഇതെന്ത് ബസ് സ്റ്റാൻഡ് തോന്നുന്നില്ലേ കണ്ടിട്ട്? ബസ് സ്റ്റാൻഡ് അല്ല, ഇത് 4 സ്റ്റാർ മൂവീസിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. പുറത്ത് ബോർഡ് ഉണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് പോടും വായനടക്കട്ടെ. എന്തൊരു ശല്യം ഇതിനെ കൊണ്ടൊക്കെ. ഈ പെണ്ണുങ്ങളെന്ത് ഇങ്ങനെ മിണ്ടരുത്. അവിടെ വണ്ടി മഴയത്ത് കിടന്ന് പൂപ്പല് വന്നു തുടങ്ങി. ഇത് കണ്ടോ, ഈ സൈഡൊക്കെ പൂപ്പലായി. കഴുകാനാണെങ്കിൽ വീണ്ടും മഴ പെയ്യാണ്. വീടിന് പുറത്താണ് ഇടുന്നത് വണ്ടി, അതുകൊണ്ട് തന്നെ കഴുകിയിട്ടും കാര്യമില്ല. ആരണ്ടൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഒരു കാറിൽ. നമ്മളിവിടെ ഇട്ടേക്കണ വണ്ടി. ഇവിടെ ബോർഡ് കണ്ടോണ്ടാണ് ഇങ്ങോട്ട് ഇട്ടത് കേട്ടോ, എല്ലാം ഇടൂല. ഇവിടെ അത്യാവശ്യം തണലുണ്ട്. അവിടെ നിന്ന് തണലുണ്ടാവില്ല അതിന്റെ ഫ്രണ്ടിലേ. ഹലോ ഗൈസ്, നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമ. എങ്ങനെയുണ്ടായിരുന്നു? ഓരോരുത്തരുടെ എൻട്രി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ആൾക്കൊക്കെ സൂപ്പർ ആയിരുന്നു. ഓക്കെ. അപ്പൊ ട്രെയിലറിൽ കണ്ട പോലെ നമുക്ക് കുറെ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നുണ്ട്. അടിപൊളി സിനിമയായിരുന്നു. അത്യാവശ്യം ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഒരു കുറെ ഇമോഷണൽ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇമോഷണലേ ഉള്ളൂ, വലിയ ഗൂസ് ബംസ് ഒന്നും ഇല്ല. ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. MCU ഫാൻസിന് എന്തായാലും ക്ലിക്ക് ആവുന്ന ഒരു മൂവിയാണ്. എന്തുണ്ടെങ്കിലും MCU ഫാൻസിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുമ്പത്തെ സ്പൈഡർമാൻ മൂവീസിന്റെ അത്ര ഒന്നുമില്ല. അങ്ങനെയല്ല, കൊള്ളാവുന്ന ഒരു മൂവിയാണ്. നമ്മുടെ സ്പൈഡർമാന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു എറ കാണിക്കാൻ വേണ്ടി എടുത്തൊരു മൂവി എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എന്താ പറയാ, ഒരു സ്റ്റൈലില് വന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു ഇതല്ലാണ്ട് ഇതിനകത്ത് കുറെ എലമെന്റ്സ് വരുന്നുണ്ട്. ഇനി വരുന്ന അപ്കമിങ് MCUവിനകത്ത് കണക്ട് ചെയ്യാൻ പാകത്തിന് കുറെ എലമെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഉഷാർ സിനിമയായിരുന്നു. പിന്നെ തിയേറ്റർ എങ്ങനെയുണ്ടായി? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോണേ. അപ്പം സ്ക്രീൻ നല്ലേ ആയിരുന്നു. സ്ക്രീൻ അടിപൊളിയായിരുന്നു. സൗണ്ട് വലിയ കുഴപ്പമില്ലാത്ത സൗണ്ട്. അതായത് എനിക്ക് തോന്നണേ, ഹോളിവുഡ് സിനിമ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് സൗണ്ട് വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല. പക്ഷെ മലയാളം സിനിമകളൊക്കെ വരുമ്പോ പെർഫെക്റ്റ് ആയിരുന്നു. ഡോൾബി ഒക്കെ ഇന്നെന്ത് പറ്റിയെന്ന് അറിയില്ല, സൗണ്ട് കുറച്ച് ലോ ആയി തോന്നി. പിന്നെ നമ്മുടെ സീറ്റിംഗ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ കഫേ ആണ്. വേറെ തിയേറ്ററിലൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ അയ്യോ ഇത്രയും പൈസ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരുപാട് പൈസ അവരെ ഈടാക്കുന്നുണ്ട് അങ്ങനെ തോന്നിയില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളു. നാടിൻ നായകനാകുവാൻ ഗൈസ്, നമ്മളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എനിക്ക് സൂഫി മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. പക്ഷെ ഏട്ടന്റെ ഈ പോക്ക് കണ്ടിട്ട് നമ്മൾ കവാലി പോയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. എന്തായാലും അപ്ഡേറ്റ്സ് പറയാം. സൂഫി മന്തിയിലെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഹണി അൽഫാം മന്തി, അത് കുറച്ച് ദിവസമായിട്ട് മൈൻഡിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അടിപൊളിയാണ് അങ്ങനെ കേട്ടു. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ദിവസമായി. ഇപ്പൊ നമ്മൾ ഒരു തവണ പോയി, അതിനു വേണ്ടി പോയി. എന്നിട്ട് നമ്മൾ കവാലി പോയി ഫുഡ് കഴിച്ചു. ഇപ്പോഴും നമ്മൾ ആ ഭാഗത്തോട്ടാണ് ചെന്ന് കയറാൻ പോകുന്നത്. എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് പറയാം. മഴ ആയതുകൊണ്ട് നമുക്ക് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും സൂഫി മന്തി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമാമിൽ കയറി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മുടെ പ്ലാനിൽ ഒന്നും പെടാത്തൊരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിച്ചേ. നമ്മള് തമാം കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന്, അതായത് നമ്മുടെ മഹിളാലയം ബ്രിഡ്ജിന്റെ ഈ സൈഡ്, ഈ തുരുത്ത് ഈ ഭാഗത്തോട്ടാണ് ഈ കട വരുന്നത്. അവിടുന്ന് ഹണി അൽഫാം മന്തി കഴിച്ചേ. നല്ലതായിരുന്നു. ഞങ്ങൾ ആദ്യം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തിട്ട് വണ്ടിയിലിരുന്ന് കഴിക്കാന്നാ വിചാരിച്ചേ. പിന്നെ ഭയങ്കര ചൂട്. ഇത്രയും ദിവസം അവിടെ മഴയായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാണ്. പുഴയില് വെള്ളം കാണിച്ചാ ഗൈസ്, തിരിച്ചു പിടിച്ചോ, പുഴ കാണിക്കും. അതടി മുങ്ങിയടി പകുതിയായി വെള്ളം കേറിട്ട്. പുഴയിലൊക്കെ നല്ല വെള്ളം കേറിയിട്ടുണ്ട്. ഇപ്പൊ കലക്ക് വെള്ളമാണ് പൊക്കോണ്ടിരിക്കണ. പക്ഷെ ഇന്ന് ഭയങ്കര ചൂട്. ഇന്ന് മഴ എന്ന് പറയുന്നത് ഇല്ല. റോഡൊക്കെ ആകെ ഡ്രൈ ആയിട്ട് കിടക്കാം. അപ്പൊ മഴ പെയ്തിട്ടൊന്നും ഇല്ലാന്ന് തോന്നണേ.
അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട്. അതുകൊണ്ടാണ് നമ്മള് വണ്ടിയിലിരുന്ന് ഫുഡ് കഴിക്കാന്നുള്ള ആ പ്ലാൻ മാറ്റിയത്. അല്ലെങ്കിൽ സൂഫി മന്തി വാങ്ങി അങ്ങനെ കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങള് ഒരു ക്വാർട്ടർ ഹണി അൽഫാം മന്തിയും പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ടിആൻഡിയിൽ കയറാം. അവിടെ ഷവായ അത്യാവശ്യം നല്ല ഫെയിം ആയിട്ടുള്ളതാണ് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് ഒരു തവണ അത് ട്രൈ ചെയ്യാം അല്ലെ. ഇനി നമ്മള് നേരെ തിരിച്ചു പോവാണ്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോവും, ഏട്ടൻ നേരെ വീട്ടിൽ പോവും. അപ്പൊ ഞങ്ങളുടെ സ്പൈഡർമാൻ മൂവി ഡേ ഔട്ട്. അയ്യോ ചൂടെടുത്ത് പണ്ടാറടങ്ങി. നല്ല ചൂടാണ് പുറത്ത്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പിന്നെ ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേനും ഭയങ്കര ചൂട്, ഇവിടെ ഇരിക്കാൻ പറ്റാനുള്ള. അങ്ങനെ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒട്ടും സഹിക്കാൻ പറ്റുള്ള എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുക. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് AC ഇട്ടൂടെയെന്ന്. AC ഇടണമെന്നുണ്ട്, പക്ഷെ AC കംപ്രസർ കേട് നോക്കാം. ഇത് റെഡിയാക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ചൂടില് അതില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. മഴയൊക്കെ പെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോ അല്ലെങ്കിൽ മഴയാണ്, പക്ഷെ ഇന്ന് ഒട്ടും മഴ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ സ്പൈഡർമാൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ? കണ്ടിട്ടുള്ളവര് കമന്റ് ചെയ്യാ, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്ലിക്ക് ആയോ, പടം വർക്കായോ എന്നുള്ളത് പറയാ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ ടൈലന്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ, അതോ നമ്മളെ പോലെ തന്നെ അയ്യോ ഇതായിരുന്ന ടൈലന്റ് അങ്ങനെയായിരുന്നു വിചാരിച്ചേ? അതിനകത്ത് ശരിക്കും എന്താ അവർ ഉദ്ദേശിച്ചേന്ന് അങ്ങോട്ട് കൂടുതൽ പറഞ്ഞാൽ ഇനി വല്ല സ്പോയിലർ ആയാലോ എന്ന് വിചാരിച്ചാ പറയാത്തെ. പക്ഷെ അതങ്ങോട്ട് എന്താ അവർ ഉദ്ദേശിച്ചെന്നുള്ളത് പക്ക ക്ലിയർ ആയില്ല. നമുക്കിനി കൂടുതൽ ആലോചിച്ച് ഡീകോഡ് ചെയ്തെടുക്കാനാണ് വേറെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ അറ്റ് പ്രസന്റ് നമുക്ക് അത്ര കാര്യമായിട്ട് അതിലെന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും അടിപൊളി ഒരു മൂവിയാണ്. നമ്മളിത് ഒരു സ്ഥലത്ത് വന്നേക്കട്ടോ, നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറിയേക്കാണ്. കണ്ടോ, അവിടെയൊക്കെ നമ്മൾ വണ്ടി ഇട്ടിട്ട് പണ്ട് കഴുകുമായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ വെള്ളം. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു അമ്പലമുണ്ട്, ചൊവ്വര അമ്പലം. നല്ല രീതിയിൽ വെള്ളം കയറിയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ മഴ പെയ്തേപ്പിക്കും. ഇപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും നല്ല ഒരു ക്ലൈമറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്.